ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ നമുക്ക് മാംഗോയുടെ സീസൺ ആയതുകൊണ്ട് ഇപ്പോൾ മാംഗോൻ്റെ ഐറ്റംസുകൾ തന്നെയാണ് കുറേ എല്ലാവരും ഉണ്ടാക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ മാംഗോ വെച്ചിട്ട് ഒരു ഫലൂദയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ മാംഗോ ഫലൂദ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന, അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഐറ്റമാണ്. അപ്പോൾ മാംഗോ സീസണിൽ നമുക്ക് തണുത്ത എന്തെങ്കിലുമൊക്കെ, ചൂടുകാലമാണല്ലോ, അപ്പോൾ നല്ല തണുത്തത് എന്തെങ്കിലും കഴിക്കാൻ തോന്നുമ്പോൾ ഇതേപോലെ ഐറ്റംസുകളൊക്കെ സെറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് അറേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കതിനാദ്യമായിട്ട് മാംഗോൻ്റെ ജെല്ലിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. മാംഗോയുടെ ജെല്ലി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഒരു 1-2 ടേബിൾ സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കും. 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്താലും മതി. ഒരു നേരിയ ചൂടുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. 1 കപ്പ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് അത് നല്ലപോലെ മിക്സായി വരുമ്പോൾ നോർമൽ വാട്ടർ അതും ഒഴിച്ച് കൊടുത്ത് നന്നായി മിക്സാക്കി കൊടുക്കാം. അപ്പോൾ ഈ പഞ്ചസാര ഇടേണ്ട ആവശ്യമില്ല. ഇനിയിപ്പോൾ മധുരത്തിൻ്റെ കുറവ് ഉണ്ടെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുത്തതാണ്. ഇത് ആഡ് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ആഡ് ചെയ്ത് കൊടുത്താൽ ഒരു തിരി കുറച്ചും കൂടെ മധുരം മുന്തി നിൽക്കും. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുത്ത് ഒന്ന് സെറ്റ് ചെയ്യാൻ വെച്ച് കൊടുക്കാം. പിന്നെ നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് സേമിയ. അപ്പോൾ വറുത്ത സേമിയാണ് വറുത്ത സേമിയാണെങ്കിൽ അധികം കളറില്ല. അപ്പോൾ ആ ഒരു സേമിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് വേവിച്ചതിന് ശേഷം നമുക്കത് ഒന്ന് അരിച്ചെടുത്ത് അതിലേക്ക് തണുത്ത വെള്ളം ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ കട്ട നിൽക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇങ്ങനെ ഒന്നിച്ച് നിൽക്കണതൊന്ന് വേർപെട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അതിലേക്ക് ഈ തണുത്ത വെള്ളം ഒഴിച്ച് കൊടുക്കണത് കേട്ടോ. എന്നിട്ട് അത് ഒഴിച്ച് കൊടുത്ത് നന്നായി വെള്ളം വറ്റിയതിന് ശേഷം നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഇതിപ്പോൾ മധുരമൊന്നും ഇല്ലാത്തതാണല്ലോ, അപ്പോൾ നമുക്കതിലേക്ക് കുറച്ച് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. പഞ്ചസാര ചേർത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ നമ്മൾ അറേഞ്ച് ചെയ്യണമെങ്കിൽ നമുക്കിതെല്ലാം ഇങ്ങനെ ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ആവശ്യമുള്ളപ്പോൾ ഇനി വല്ല ഗസ്റ്റൊക്കെ വരികയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാനും പറ്റും. അപ്പോൾ ഇത് ഇങ്ങനെ ആക്കിയിട്ട് നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇനി അടുത്തതായിട്ട് മാംഗോ നമ്മൾ ഇപ്പോൾ സീസൺ ആയതുകൊണ്ട് നമ്മൾ മാംഗോ കട്ട് ചെയ്തിട്ട് ഫ്രീസറിൽ സൂക്ഷിച്ച് വെക്കുക. അപ്പോൾ ആവശ്യമുള്ളപ്പോൾ നമുക്ക് ജ്യൂസ് അടിക്കുക, അങ്ങനെയൊക്കെ ചെയ്യാമല്ലോ വിചാരിച്ചിട്ട്. അപ്പോൾ ഞാൻ അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഇതിപ്പോൾ പൾപ്പിന് വേണ്ടിയിട്ട് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇത് ഫ്രീസറിൽ വെച്ചിരുന്നതാണ്. അപ്പോൾ ഒരു അരമണിക്കൂർ മുന്നേ പുറത്ത് വെച്ചിട്ട് അതിൽ നിന്ന് കുറച്ച് പീസസ് എടുത്ത്, അല്ലെങ്കിൽ നമുക്ക് ഫ്രഷ് മാങ്ങ ഇതേപോലെ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് പാലും കണ്ടൻസ്ഡ് മിൽക്കും ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് പൾപ്പാക്കി എടുക്കാം. അപ്പോൾ ഇതേപോലെ ഇതിങ്ങനെ തന്നെ തണുപ്പിച്ച് കഴിക്കുക. തണുപ്പിച്ചിട്ട് കുറച്ച് മാംഗോൻ്റെ പീസസും കൂടെ ഇട്ടിട്ട് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇനിയിപ്പോൾ നമുക്ക് ഒരു 1-2 ടേബിൾ സ്പൂൺ അതിൽ നിന്ന് മാംഗോൻ്റെ പ്യൂരി എടുത്തിട്ട് കുറച്ച് പാലും ചേർത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി വല്ല ടൈഗറിൻ്റെ ബ്രാൻഡില്ലേ, മാംഗോ എസൻസ് ഒക്കെ കിട്ടുകയാണെങ്കിൽ അതും ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഒരു നല്ല മാംഗോ ഫ്ലേവർ കിട്ടും. ഇനി നമുക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. ഒരു ഗ്ലാസ്സിലേക്ക് നമുക്ക് കസ്കസ് ഇട്ട് കൊടുക്കാം. കസ്കസ് നമ്മൾ ഒരു 10 മിനിറ്റൊക്കെ വെള്ളത്തിൽ കുതിർത്ത് വെച്ച കസ്കസ് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ എങ്ങാനും വെർമിസെല്ലി ഇട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് മാംഗോൻ്റെ പ്യൂരി 1 ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കാം. 1-2 ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് മാംഗോൻ്റെ ജെല്ലി നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടല്ലോ, അത് നമുക്ക് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. അത് നമ്മുടെ ഇഷ്ടത്തിന് എത്ര വേണമെങ്കിലും ഇട്ട് കൊടുക്കാം കേട്ടോ. ചിലർക്കൊക്കെ നല്ലോണം ജെല്ലി ഇടുന്നത് ഇഷ്ടമാണ്. അപ്പോൾ അത് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് അതിന് മുകളിലേക്ക് നട്ട്സ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ബദാമും പിസ്തയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ നമുക്ക് അതിന് മുകളിലേക്ക് മാംഗോൻ്റെ പീസസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത്രയും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണമെങ്കിൽ കുറച്ചും കൂടെ ഇനി ഇങ്ങനെ തന്നെ നമുക്ക് നേരത്തെ മാംഗോ മിൽക്കിൻ്റെ മിക്സ് ഇല്ല, അത് ഒഴിച്ചു കൊടുത്താലും മതി. ഞാനിപ്പോൾ കുറച്ചും കൂടെ ഒന്ന് സേമിയയും ജെല്ലിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതെൻ്റെ ആവശ്യത്തിന് ഉണ്ടായിരുന്നു. വേണമെങ്കിൽ നമുക്കൊരു ലെയറും കൂടെ ചെയ്ത് കൊടുക്കാമെന്ന് മാത്രം. അത് നമ്മുടെ ഗ്ലാസിൻ്റെ ഒക്കെ വലുപ്പത്തിനനുസരിച്ച് നമുക്ക് ലെയർ ചെയ്യാം. ഇനി നമുക്ക് കുറച്ചും കൂടെ നട്ട്സ് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ മാംഗോൻ്റെ ഒരു പ്യൂരി പിന്നെ ആഡ് ചെയ്ത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, വേണമെങ്കിൽ അത് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇപ്പം ഞാൻ മാംഗോ മിക്സ് ചെയ്ത് വെച്ചിട്ടില്ല, മാംഗോയുടെ പ്യൂരിയിലേക്ക് കുറച്ച് പാല് മിക്സ് ചെയ്ത് വെച്ചതുണ്ട്, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് മാംഗോയുടെ ഐസ്ക്രീം ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി അതിന് മുകളിൽ വേണമെങ്കിൽ ഡെക്കറേഷന് ജെല്ലി ഇട്ട് കൊടുക്കാം, മാംഗോൻ്റെ പീസസ് ഇട്ട് കൊടുക്കാം, പിന്നെ നട്ട്സ് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള എന്ത് വേണം. ഇപ്പോൾ നല്ല കൂടുതലായിട്ട് വന്നിട്ടുണ്ട്, അതാണ് ഇപ്പോൾ ഇട്ട് കൊടുക്കുമ്പോഴത്തേന് പോണത്. ഇത്ര ലെയർ ആക്കണം എന്നില്ല, ഒരു ലെയർ ഒഴിച്ചു കൊടുത്താലും മതി. അപ്പോൾ
ഇതെല്ലാ ഐറ്റംസുകളും നേരത്തെ സെറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. കസ്കസ് ആണെങ്കിലും ജെല്ലി, സേമിയ, മാംഗോൻ്റെ ഇതെല്ലാം നേരത്തെ ആക്കി വെക്കുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡെസേർട്ടാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ ചൂടുകാലത്തും അല്ലാത്തപ്പോഴും നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റിയ നല്ലൊരു അടിപൊളി റെസിപ്പിയാണ്. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ, തൊട്ട് ബെല്ലൈക്കൺ കൂടി എനാബിൾ ചെയ്ത് വെച്ചാൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കും. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക് യു ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.